അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടി എടുത്ത ശംഖുപുഷ്പമാണിത്. 2, 3, 4, 5, 6, 7. അപ്പോൾ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ശംഖുപുഷ്പം ഇതിലേക്കിടാം. അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞിട്ടാണ് ഇടുന്നത്. വെറും ശംഖുപുഷ്പം മാത്രം. എല്ലാം എടുത്തിട്ടിട്ടുണ്ട്. ഒന്നുമില്ലയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഞെട്ടുകളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഞെട്ടെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കളയാം. ഞെട്ട് വേണ്ടല്ലോ, നമുക്ക് പുഷ്പം മാത്രമല്ലേ വേണ്ടു. അപ്പോൾ ഞാനെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഇതാ ഒഴിക്കുന്നുണ്ട്. തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ഈ ശംഖുപുഷ്പത്തിൻ്റെ കളറെല്ലാം നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ആയിട്ടുണ്ടാവും. ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് 1 മിനിറ്റ് നമുക്കത് അടച്ചു വെക്കാം. ഒന്ന് അടച്ച് നിൽക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് തുറന്ന് നോക്കാം. ഇതാ എൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ കളറെല്ലാം ഏകദേശം ഇതാ ഇതിലേക്കായിട്ടുണ്ട്. കണ്ടല്ലോ. വാവ്, നല്ല ശംഖുപുഷ്പച്ചായ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ശംഖുപുഷ്പത്തിനെ എടുത്ത് മാറ്റിയാലോ ഗൈസ്. പ്ലേറ്റിലേക്ക് എടുത്തിടാം അല്ലേ. നല്ല കളർഫുൾ ശംഖുപുഷ്പച്ചായ ഇതാ ഇവിടെ റെഡിയായി. വാവ്. അപ്പം നമുക്കിത് കുടിക്കുന്നത് നല്ലതാണ്. എല്ലാവരെയും വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കണ്ടല്ലോ, വേറെ നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇത് മാത്രമാണ് ഗൈസ്. കണ്ട, ഇതാ അടിപൊളിയല്ലേ, ഒന്നും പറയാനില്ല. ഇനി ഞാനിത് കുടിച്ചിട്ട് അഭിപ്രായം പറയാം. വാവ്, ഇതാ ഗൈസ് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നതാണ്, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് കുടിക്കാം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഒരുപാട് വലിയ വീഡിയോ ഒന്നല്ല. എപ്പം കുറച്ച് വലിയതായിട്ടുള്ളതാണ് ഞാൻ ഇടൽ. ഇന്നിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെയും കൂടി കാണിക്കാൻ ഞാൻ കുടിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഇത്. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം. ഇപ്പോൾ ശംഖുപുഷ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പം. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും അതിൻ്റെ ഒരു ചായ ഉണ്ടാക്കി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.